ഇനി വീട്ടിലിരുന്നു കൊണ്ടും ഡിഗ്രി PG പഠിക്കാം. IGNOU കോഴ്സുകൾക്കുള്ള ഫുൾ സപ്പോർട്ട് ഇനി മലയാളത്തിലും. 13 ഡിഗ്രി പ്രോഗ്രാമുകൾ, 2 PG പ്രോഗ്രാമുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി രജിസ്റ്റർ ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുക അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ലേ. ചിലർ പറയാറുണ്ട്, എനിക്ക് നല്ല ഓർമ്മക്കുറവാണ്, ഞാൻ എത്ര പഠിച്ചാലും എക്സാം ഹാളിൽ എത്തുമ്പോൾ ഞാനത് മറന്നു പോകാറുണ്ട്. C+B+C എന്നൊക്കെ A+ലേക്ക് കയറണം എന്ന് എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു ലേൺവൈസ്. അപ്പം നമുക്ക് സിമ്പിളായി IGNOU പഠിച്ചാലോ? നന്നായി പഠിക്കുക, പഠിച്ച കാര്യങ്ങളെ ഓർത്തെടുക്കാൻ പറ്റുക. ഈ ഒരു സ്ട്രാറ്റജിയാണ് റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ബ്രിങ്ങിങ് ഇൻഫോർമേഷൻ ടു ദി മൈൻഡ്. ഉദാഹരണത്തിന്, നിങ്ങളോട് ഇപ്പം എന്താണ് ഇന്ന് രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് ആലോചിക്കും. പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല. അങ്ങനെ ആലോചിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഉത്തരം പറയും, എന്താണ് കഴിച്ചതെന്ന് നമ്മൾ പറയും. ഈ ഒരു പ്രാക്ടീസിനെയാണ് നമ്മൾ റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായും ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ നോട്ട്സ്, ഫോർമുലാസ്, ഫിഗേഴ്സ്, ഫാക്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പം നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷൻസിന് വേണ്ടി എയിം ചെയ്യാതെ നമ്മൾ ബുക്സ് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിട്രീവൽ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മളൊന്ന് റീകളക്ട് ചെയ്ത് നോക്കുക, വീണ്ടെടുക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമുക്ക് റിട്രീവൽ പ്രാക്ടീസ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക, റീഡിങ് ചെയ്യുക. ഇങ്ങനെ പലതവണ റീഡ് ചെയ്യുമ്പം നമ്മുടെ വിചാരം, ഞാൻ ഫുള്ളായിട്ട് പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് അല്ലെങ്കിൽ അടുത്ത സബ്ജക്റ്റിലോട്ട് പോകാൻ സമയമായി, ഞാൻ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നമ്മുടെ മെമ്മറിയെ വീക്കാക്കുകയാണ് ചെയ്യുന്നത്. ബുക്ക് മാറ്റി വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ സ്ട്രഗിളാണ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രഗിള് നല്ല സൈനാണ്. അതായത് നമ്മളുടെ ബ്രെയിൻ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈൻ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, അതിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാം. പക്ഷേ പെട്ടെന്ന് നമ്മുടെ മെമ്മറി അത് ആൻസർ ചെയ്യണം എന്നില്ല. ആ സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആൻസർ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു സ്ട്രഗിളും സക്സസ്ഫുൾ റിട്രീവലുമായിരിക്കണം നമ്മുടെ പഠനത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സ്ട്രഗിൾ ഇല്ലാതെ പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കാര്യം മെമ്മറിയിലിരിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു റിട്രീവൽ പ്രാക്ടീസ് എന്നുള്ളൊരു കാര്യം ഒഴിവാക്കാറുള്ളത്. മറ്റൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു പുൽമേടിൽ കൂടെ നടക്കുകയാണ്. നിങ്ങൾക്ക് അതിൽ വഴിയൊന്നുമില്ല. നിങ്ങൾക്ക് പക്ഷേ ഒരു സ്ഥാനത്ത്, അതായത് ഒരു ലക്ഷ്യസ്ഥാനം നിങ്ങൾക്കുണ്ട്, അതിലേക്ക് നിങ്ങൾ എങ്ങനെയൊക്കെയോ വഴി ഉണ്ടാക്കി നടന്നു പോയി. നിങ്ങൾ അന്ന് പോയി, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വഴി ഫെയ്ഡായി പോകും. പക്ഷേ നിങ്ങൾ വീണ്ടും അതേ വഴിയിൽ കൂടെ 3-4 തവണ അല്ലെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ വഴി തെളിഞ്ഞു വരും. പിന്നീട് ആരും കയറാതിരിക്കുമ്പോൾ മാത്രമേ അത് കാട് കയറി മൂടുകയുള്ളൂ. അതല്ല, നിങ്ങൾ സ്ഥിരമായി അതിലേക്കൂടെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വഴി എന്നും ആ വഴിയായി തന്നെ തെളിഞ്ഞു നിൽക്കുന്നതാണ്. അതായത് നമ്മൾ ഒരു തവണ റിട്രീവ് ചെയ്തിട്ടുള്ള അറിവ് നമ്മൾ വീണ്ടും അതിനെ പ്രാക്ടീസിലൂടെ ശരിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെമ്മറിയിൽ അതെന്നും സ്റ്റോറായി നിൽക്കുന്നതാണ്. ഈ ഒരു സ്റ്റഡി ടെക്നിക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫുൾ എക്സ്റ്റൻഷനിലാണ് വരുന്നത്. ആദ്യം ഫാക്ട്സിലൂടെ ഇംപ്രൂവ് ചെയ്തു വരുന്ന ലേണിംഗ് പിന്നീട് ഡീപ്പർ ലേണിംഗ് ആയി മാറുകയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പാത്ത് വേ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന പോലെ, അല്ലെ ആ വഴി കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് പോലെ, നമ്മൾ റിട്രീവൽ ലേണിംഗ് അല്ലെങ്കിൽ പ്രാക്ടീസ് നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല തവണയായിട്ട് ചെയ്യുമ്പോൾ അത് ഒരു നാച്ചുറൽ ഹാബിറ്റായി മാറുകയും ആ വഴി നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്നേക്കുമായിട്ട് മാറുകയും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് 3 തരത്തിലുള്ള റിട്രീവൽ പ്രാക്ടീസസ് പരിചയപ്പെടാം. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് യൂട്ടിലൈസ് പ്രാക്ടീസ് ടെസ്റ്റ്. അതായത് നിങ്ങൾ പ്രാക്ടീസ് ടെസ്റ്റുകൾ മാക്സിമം നടത്തുക എന്നുള്ളതാണ്. ബുക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബുക്ക് നിങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പാർട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനോ അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനോ പറ്റുന്നതല്ല. അപ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് വേണ്ടി ക്വിസുകൾ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സ് അറേഞ്ച് ചെയ്യുക. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മെമ്മറി പവർ കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ നിങ്ങൾ വീട്ടിലാണുള്ളതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഉള്ളത്, ഇപ്പോൾ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ വൈഫാകാം, നിങ്ങളുടെ മക്കളാവാം, അല്ലെങ്കിൽ അമ്മ, അച്ഛൻ, അങ്ങനെ ആരുമായി ആവട്ടെ,
അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾ ഈ ബുക്സ്, നിങ്ങൾ പഠിച്ച ബുക്സ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾ തന്നെ അവരുടെ ഗൈഡൻസിലൂടെ ആവാം. അതാവുമ്പോൾ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. സോ നിങ്ങൾ ഈ ക്വിസും അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്ത് നിങ്ങളുടെ തന്നെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ അവിടെ നിന്നും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മെമ്മറിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റോറായി ഇരിക്കുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ളൊരു ഫിയറും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിക്കിട്ടുന്നതാണ്. പലർക്കും എക്സാം ഫിയർ കാരണവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാറുണ്ട്. സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടെക്നിക്സിലൂടെ നമ്മളുടെ ആ ഒരു ഫിയറും നിങ്ങൾക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെമ്മറിയിൽ കറക്റ്റായിട്ട് തന്നെ ഈ പഠിച്ച കാര്യങ്ങൾ നിൽക്കുന്നതാണ്. അഥവാ നിങ്ങൾ ഈ ഒരു ക്വിസ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് പേപ്പർ നടക്കുന്ന സമയത്ത് നിങ്ങളിതെല്ലാം മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചത് അത്ര ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾ ആ ബുക്സ് തുറന്ന് പഠിച്ചതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ഇതേ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ഒരു 3-4 ടൈംസ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു മെമ്മറി പവർ നല്ല രീതിയിൽ കൂടുന്നതുമായിരിക്കും. നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ ആൻസേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മേക്ക് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസ് സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്യുക. അതായത് നേരത്തെ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ മറ്റെന്തെങ്കിലും ബുക്സോ അല്ലെങ്കിൽ നെറ്റ് വഴിയോ റെഫർ ചെയ്യാതെ നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ടെസ്റ്റ് പേപ്പർ ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനും മനസ്സിൽ നന്നായിട്ട് നിലനിൽക്കും. അതിന് എഴുതാൻ പോകുന്ന ആൻസേഴ്സും നിങ്ങളുടെ മൈൻഡിൽ ക്ലിയർ ആയിരിക്കും. സോ നിങ്ങൾ സ്വന്തമായിട്ടല്ല, നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അവരെ എൻകറേജ് ചെയ്യുക. ഈ ഗ്രൂപ്പായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലെ നിർമ്മിച്ചതിന് ശേഷം ബുക്സ് എല്ലാവരുടെയും മാറ്റി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഒരു എക്സാം ഹാളിലിരുന്ന് എക്സാം എഴുതുന്ന പോലെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നിച്ച് വന്നിട്ട് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. സോ ഇങ്ങനെയെല്ലാം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്ക് ഇത് പോകുന്നതായിരിക്കും, വിച്ച് വിൽ റിയലി ബെനിഫിറ്റ് ടു യുവർ എക്സാംസ്. ഇനി തേർഡ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, യൂസിങ് ഫ്ലാഷ് കാർഡ്സ്. ഈ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ടെക്നിക്കാണ്. കാരണം പറയാം, നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഇൻവെസ്റ്റിഗേഷനൊക്കെ നടത്തുന്നവർ അവരുടെ വോൾ റൂമിൽ കുറേ ഫ്ലാഷ് കാർഡ്സൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. കാരണം അവർക്കത് കാണുമ്പം അവർക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അതൊരു ടെക്നിക്ക്. അതല്ലാതെ തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഫ്ലാഷ് കാർഡ് എടുക്കുക, അതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതുക. ഇപ്പം നിങ്ങൾ എന്താണ് ഫോട്ടോസിന്തസിസ് എന്നുള്ളൊരു സാധനത്തെ പറ്റിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു പേര് നിങ്ങൾ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് ഈ ഫ്ലാഷ് കാർഡിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ആൻസറും എഴുതി വയ്ക്കുക. ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ ആൻസർ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഈ ഫ്ലാഷ് കാർഡ് ടേൺ ഓവർ ചെയ്തിട്ട് നോക്കുക. അത് ആൻസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടേൺ ഓവർ ചെയ്യാനായിട്ട് പാടുള്ളൂ. സോ ഇങ്ങനെ ചെയ്യുന്നത് ഒരു രസകരമായിട്ടുള്ളൊരു ടെക്നിക്കുമാണ്. പല പല കളേഴ്സിലുള്ള ചാർട്ടിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ചെറിയ പേപ്പേഴ്സിലോ എങ്ങനെയായാലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളിതുപോലെ ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു ടെക്നിക്കായിരിക്കും. കാരണം നമ്മളുടെ മെമ്മറിയിൽ നല്ല രീതിയിൽ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. സോ ഈ 3 ടെക്നിക്സ് നമ്മളുടെ പഠന രീതിയിൽ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ ബ്രെയിൻ ഗ്രോത്താണ് ഉണ്ടാകുന്നത്. ബ്രെയിനിൻ്റെ മെമ്മറിയുടെ ഗ്രോത്താണ് ഇവിടെ ഉണ്ടാകുന്നത്. താഴെ നിന്ന് നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും കാണാതെ പഠിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമുക്ക് പതുക്കെ ആയിട്ട് അതിനെ പ്രാക്ടീസിലൂടെ അതിനെ ശരിയാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കിതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് ഏറ്റവും അതായത് പല പല പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു പഠന രീതിയാണ്. ഈ ഒരു രീതി നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാണ്, ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഒരുപാട് ഉപകാരം ചെയ്യുന്നൊരു ടെക്നിക്കായിരിക്കും. നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് ഓർമ്മക്കുറവാണ്, എനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലംസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്നതാണ്. സോ റിട്രീവൽ പ്രാക്ടീസ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു മേക്ക് യുവർ സ്റ്റഡി ഈസി. നിങ്ങളുടെ പഠന രീതികളെ വളരെ ഈസി ആയി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലേണിംഗ് സ്ട്രാറ്റജിയാണ് ഈ ഒരു റിട്രീവൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്.
ഇത് നിങ്ങളുടെ പഠന രീതിയിലേക്ക് നിങ്ങൾ എത്രയും വേഗം തന്നെ കൊണ്ടുവരിക. നമുക്കറിയാം ഇഗ്നോയുടെ അഡ്മിഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറായി. ഈ ഒരു സ്റ്റാർട്ടിങ് ടൈം തൊട്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിട്രീവൽ പ്രാക്ടീസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ബിസി ആയിട്ടുള്ള ആളുമായിക്കോട്ടെ, നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് സമയം മാത്രമേ ഇതിന് വേണ്ടി വരികയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 7, 8, 9 മണിക്കൂർ വെറുതെ ഇരുന്ന് കുറേ വായിക്കുകയും വേണം. എന്നിട്ടോ അതുകൊണ്ട് വലിയ പ്രയോജനമൊട്ട് ഉണ്ടാവാനും പോകുന്നില്ല. സോ റിട്രീവൽ പ്രാക്ടീസ് ഒരു ഹാബിറ്റാക്കി എടുക്കുക ആൻഡ് പഠനം വളരെ ഈസി ആക്കി എടുക്കുക. സോ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.